ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ജെസി വ്ളോഗ്സ്. എല്ലാവർക്കും വിക്രമിൻ്റെയും വേദയുടെയും ഓൺ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ വിക്രമും വേദയുമായിട്ടുള്ള കല്യാണത്തെ സംസാരിച്ചിട്ട് വിക്രം വീട്ടിൽ വളരെയധികം വഴക്കുണ്ടാക്കുന്നുണ്ട്. എനിക്ക് ഒരിക്കലും ഇതിൽ അംഗീകരിക്കാനും പറ്റില്ല, വേദയെ ഒരിക്കലും എൻ്റെ ഭാര്യയിലേക്ക് സ്വീകരിക്കാനും പറ്റില്ല എന്ന് പറഞ്ഞിട്ട് വിക്രം അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ. അതിനുശേഷമാണ് നന്ദിനി വന്നിട്ട് വേദിയോട് ഇങ്ങനെ ചലഞ്ചൊക്കെ ചെയ്യുന്നത്. ഒരിക്കലും വിക്രം തിരിച്ചു വരാൻ പോകുന്നില്ല, കല്യാണ ടൈമിൽ എന്തായാലും അവനോട് ഉണ്ടാവാൻ പോകുന്നില്ല, നീ എന്തായാലും ഇവിടുന്ന് ഇറങ്ങേണ്ടതായിട്ട് വരും എന്നൊക്കെ പറഞ്ഞിട്ട് നന്ദിനി വരെ വേദയോട് ചലഞ്ച് ചെയ്തിട്ട് പോയിട്ടുണ്ട്. ഇപ്പോൾ വിക്രമിൽ കുറേ തവണ വേദ ഫോൺ കോൾ ചെയ്യുന്നുണ്ട് കേട്ടോ. പക്ഷേ വിക്രം ഫോൺ എടുക്കുന്നതേ ഇല്ല. രാത്രി ഒരുപാട് വൈകുന്നുണ്ട്, പക്ഷെ വിക്രം വീട്ടിലെത്തുന്നുമില്ല. എന്താണാവോ എന്ന് വിചാരിച്ചിട്ട് വേദ വളരെയധികം ടെൻഷൻ അടിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ മേലെ ഭാരം ഏൽപ്പിച്ചിട്ട് വേദ കിടക്കുകയാണ്. എങ്ങനെയും ദൈവമേ, വിക്രമിനെ ആ ടൈമിൽ ഇവിടെ എത്തിക്കണമേ, നീ തന്നെയാണ് എന്നെ ഇവിടേക്ക് എത്തിച്ചത്, അപ്പോൾ നീ തന്നെ വിക്രമിനെ ആ സമയത്ത് ഇവിടെ എത്തിക്കണം എന്ന് പറഞ്ഞിട്ട് വേദ കിടന്നുറങ്ങുകയാണ് കേട്ടോ. പക്ഷേ വേദയ്ക്ക് രാത്രി ഒരു സ്വപ്നം കാണുകയാണ് വിക്രമിന് ഒരു അപകടം സംഭവിക്കുന്നതായിട്ട്. അപ്പോൾ അത് കണ്ട് പെട്ടെന്ന് നെട്ടി ഉണരുകയാണ് വേദ. തീർച്ചയായിട്ടും വിക്രമിനെതിരായിട്ട് ഒരു ഗൂഢ നീക്കം തന്നെ നടക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ. അത് ഇവൾക്ക് നേരത്തെ തന്നെ കാണാൻ പറ്റുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ ഉണ്ടായിരിക്കുന്നത്. അതായത് വിക്രമിന് രാഷ്ട്രീയ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങുകയാണ്. അപ്പോൾ എന്തായാലും അവനെ ഒന്നും തൊടാൻ പോലും പറ്റില്ല എന്ന് ശ്രീകാന്തിന് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ ശ്രീകാന്ത് പോലീസായിട്ട് ചർച്ച ചെയ്ത ശേഷം അവനിക്കെതിരെ ഒരു അപകടം ഉണ്ടാക്കാനും അവന് ഇല്ലാതാക്കാനും തന്നെ തീരുമാനിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് എന്തോ ഒരു അപകടം വിക്രമിന് വരുത്തുന്നുണ്ട് കേട്ടോ ശ്രീകാന്ത്. അപ്പോൾ ഇത് നേരത്തെ കണ്ടിട്ട്, സ്വപ്നത്തിൽ കണ്ടിട്ട് വേദ ഇങ്ങനെ നെട്ടി ഉണരുകയാണ് കേട്ടോ. ശേഷം അവൾ വീട്ടിലെല്ലാവരെയും വിളിച്ചു വരുത്തിയിട്ട്, വിക്രം ഇത്ര നേരം വന്നിട്ടില്ല, വിളിച്ചിട്ടാണെങ്കിൽ എടുക്കുന്നുമില്ല, ഞാനൊരു ദുസ്വപ്നം കണ്ടു, എനിക്ക് ആകെ ടെൻഷൻ ആവണമെന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ആകുലപ്പെടുന്നുണ്ട്. വീട്ടുകാരും അതിന് ശേഷം ഇങ്ങനെ വളരെയധികം, ഇല്ല അവൻ എപ്പോഴും ഇങ്ങനെയൊക്കെ തന്നെയല്ലേ, പതുക്കെയല്ലേ വരുള്ളൂ, ചിലപ്പോൾ വന്നില്ലെങ്കിലും കാര്യമില്ല, അവൻ അങ്ങനെയാണ്, അവൻ്റെ ക്യാരക്ടർ നമുക്ക് അറിയുന്നത് തന്നെ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് അവളെ സമാധാനപ്പെടുത്തുന്നുണ്ട്. പക്ഷെ അവൾക്കത് ഉൾക്കൊള്ളാനേ പറ്റുന്നില്ല. എന്തോ സംഭവിച്ചിട്ടുണ്ട്, വിക്രം എന്താ വരാത്തതെന്ന് പറഞ്ഞിട്ട് അവൾ ടെൻഷനായിട്ട് എന്നെ ഇരിക്കുകയാണ് കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം വിക്രം കല്യാണത്തിന് എത്തുമോ ഇല്ലയോ എന്ന്. താങ്ക് യു.